കോട്ടയം ഭരണങ്ങാനം പഞ്ചായത്തിലെ അയ്യമ്പാറയിൽ കള്ളുഷാപ്പ് തുടങ്ങുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിയ കള്ളുഷാപ്പാണ് 2 വർഷത്തിനു ശേഷം വീണ്ടും തിരികെ എത്തുന്നത്. ഭരണങ്ങാനം പഞ്ചായത്ത് 9-ാം വാർഡിൽ ജനവാസ കേന്ദ്രത്തിന് സമീപമാണ് കള്ളുഷാപ്പ് ആരംഭിക്കുന്നത്. 2022-ൽ പച്ചക്കറിക്കട നടത്താൻ ലൈസൻസ് എടുത്ത ശേഷം കള്ളുഷാപ്പ് ആരംഭിക്കാൻ നീക്കം നടത്തി. പ്രതിഷേധം ശക്തമായതോടെ ഷാപ്പ് ആരംഭിക്കാനായില്ല. എന്നാൽ മാറ്റിസ്ഥാപിച്ച സ്ഥലത്ത് കച്ചവടം കുറവാണെന്ന് പറഞ്ഞാണ് പഴയ സ്ഥലത്തേക്ക് തന്നെ ഷോപ്പ് തിരിച്ചെത്തിയത്. ശക്തമായ എതിർപ്പാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളത്. ഏറെ ജനവാസ കേന്ദ്രമായ ഈ അയ്യമ്പാറ ജംഗ്ഷനിൽ നൂറുകണക്കിന് ആൾക്കാർ, കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ ബസ് കയറാനും മറ്റുമൊക്കെ ഈ ജംഗ്ഷനിലാണ് സ്കൂൾ ബസ് കയറാൻ വേണ്ടി എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും ഈ നാട്ടിലുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യവും സ്വൈര്യ ജീവിതത്തിനും തടസ്സം നിൽക്കുന്ന ഈ ഷാപ്പ് ഈ നാട്ടിൽ പാടില്ല. ലൈസൻസ് നേടിയാണ് ഷാപ്പ് ആരംഭിക്കുന്നതെന്നാണ് ഉടമയുടെ വാദം. ജനത്തിരക്കുള്ള ഈ ഭാഗത്ത് ഷാപ്പിന്റെ പ്രവർത്തനം തടയുമെന്ന് നാട്ടുകാർ. ജനങ്ങൾക്ക് ദോഷവും സമൂഹത്തിന് ദോഷവും വരുന്ന ഒരു പ്രസ്തുത വിഷയം ഏത് രീതിയിലാണെങ്കിലും അതിനെ എതിർക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രാഥമിക ആവശ്യമാണ്. കാരണം ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഭയപ്പെടാതെ നടക്കാവുന്ന ഒരു അവസ്ഥയുള്ള ഒരു മേഖലയായി അയ്യമ്പാറ. ഇതിനെ നടപ്പിലാക്കുന്നതിനെതിരെ ഞങ്ങൾ ശബ്ദം ഉയർത്തുകയും അതിനെ നഖശിഖാന്തം എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യും. അതിന് മാറ്റമില്ല. ഷാപ്പിന് സമീപത്തായി നിരവധി വീടുകളും ഒരു അങ്കണവാടിയുമുണ്ട്. വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കേണ്ടതും ഈ ഷാപ്പിന് മുന്നിലൂടെയാണ്. അതുകൊണ്ട് കള്ളുഷാപ്പിന്റെ പ്രവർത്തനം എന്ത് വില കൊടുത്തും തടയുമെന്നാണ് പ്രദേശവാസികളുടെ തീരുമാനം. 24 കോട്ടയം.